ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ത്വയാ ഹൃത്വാ വാമം വപുരപരിതൃപ്തേന മനസാ ശരീരാർത്ഥം ശംഭോ ആപരമപി ശങ്കേ ഹൃതമഭൂ യദേതത്വദ്രൂപം സകലമരുണാഭം ത്രിനയനം കുചാഭ്യാമാനമ്രം കുടിലശശിചൂടാല മകുടം. ഓം ശ്രീ മഹാദേവ്യേ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 23. ശക്തി സ്വരൂപത്തിൽ തന്നെ ശിവസ്വരൂപം അന്തർഗതമായിരിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അന്തരാർത്ഥം. അരുണവർണ്ണയായിരിക്കുന്നു ദേവി. ശിവനാകട്ടെ ശുഭ്രവർണ്ണമാണ്. ശിവൻ തന്റെ ഇടതുവശത്ത് ദേവിയെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ആ അർദ്ധനാരീശ്വര സ്വരൂപത്തിൽ ഇടതുഭാഗം ചുവന്നും വലതുഭാഗം വെളുപ്പായും കാണപ്പെടേണ്ടതാണ്. എന്നാൽ ശരീരമാകെ ചുവപ്പ് നിറമായിട്ടാണല്ലോ ദേവി കാണപ്പെടുന്നത്. ഒരു സ്തനം മാത്രമേ കാണാൻ കഴിയൂ. പക്ഷേ 2 സ്തനങ്ങളും ഈ സ്വരൂപത്തിൽ കാണപ്പെടുന്നു. സ്തനഭാരത്താൽ ശരീരം അല്പം മുന്നോട്ട് കുനിഞ്ഞ പോലെയും തോന്നുന്നു. ദേവിയുടെ തിരുനെറ്റിയിൽ 1 കണ്ണും മറ്റ് 2 കണ്ണുകളുമായി 3 കണ്ണുകളും കാണാനുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഭക്തന് തോന്നുകയാണ്, ശിവന്റെ പകുതി ശരീരം കൊണ്ട് തൃപ്തിപ്പെടാത്ത ദേവി മറ്റേ പകുതിയും എടുത്തുവോ എന്ന്. അതായത് ശിവതത്വം ശക്തിതത്വത്തിൽ അന്തർലീനമായിരിക്കുന്നു എന്ന് താല്പര്യം. ശ്രീചക്ര പൂജയിൽ ശിവന് പൂജയില്ല, ദേവിക്ക് പൂജയുള്ളൂ. ശ്രീദേവി ശംഭുവിന്റെ പകുതി ശരീരത്തെ അപഹരിച്ചതിനാൽ മറ്റേ പകുതി കൂടി അപഹരിച്ചുവോ എന്ന് ഉൽപ്രേക്ഷിക്കുന്നു. ജഗദേക സ്വരൂപിണിയായ അമ്മേ, അറിവില്ലാത്ത എല്ലാ മക്കളെയും ജ്ഞാനദീപ്തി നൽകി അനുഗ്രഹിച്ചാലും ഞങ്ങളിതാ അമ്മയുടെ തൃപ്പാദങ്ങളെ നമസ്കരിക്കുന്നു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.